സ്നേഹിതരെ, ക്നാനായ വംശഹത്യയുടെ നാൾവഴികൾ എന്ന ഈ തുടർ പരിപാടിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ മാർ വർക്കി വിധേയത്തിന്റെ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരി കന്യാസ്ത്രീയുടെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് കുന്നശ്ശേരി മെത്രാനുമായി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇറ്റലിയിലേക്ക് ഉപരിപഠനാർത്ഥം ചേക്കേറിയ മാർ മാത്യു മൂലക്കാട് തിരിച്ചു വരുന്നത് കോട്ടയം രൂപതയുടെ സഹായ മെത്രാനായിട്ടാണ്. കോട്ടയം രൂപതയുടെ സഹായ മെത്രാനായി തിരിച്ചു വരുമ്പോൾ ആ വരവിന് അടിസ്ഥാനപരമായി അദ്ദേഹം കൊടുത്ത ഉറപ്പ് കോട്ടയം രൂപത സ്വയം വംശ വിവാഹനിഷ്ഠ അനുവർത്തിച്ചു പോകുന്ന കോട്ടയം രൂപതയെ ഇല്ലായ്മ ചെയ്യാം എന്ന ഉറപ്പിന്മേലാണ്. എന്നാൽ കോട്ടയം രൂപതയിലെ വൈദികരെയും മെത്രാന്മാരെയും എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ക്നാനായ സമുദായം ആദ്യമായി അദ്ദേഹത്തെ കോട്ടയത്ത് ഹെലികോപ്റ്ററിൽ സ്വീകരിച്ചു. പക്ഷേ മനസ്സിൽ കരുതിക്കൂട്ടിയ പ്ലാനുകളുമായി വന്നിറങ്ങിയ അദ്ദേഹം കോട്ടയം രൂപതയുടെ സഹായ മെത്രാനായി ചാർജ് എടുത്ത നാൾ മുതൽ ഈ സമുദായത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ള പണിപ്പുരയിലായിരുന്നു. അതിന് ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തത് കോട്ടയം രൂപതയുടെ ഔദ്യോഗിക ആത്മായ സംഘടനയായ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭരണം അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം തന്റെ അധീനതയിലാക്കുക എന്നുള്ളതായിരുന്നു. തന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും, അതിലുപരി വൈദികരെയും കന്യാസ്ത്രീകളെയും ആവശ്യാനുസരണം നോമിനേറ്റ് ചെയ്തുകൊണ്ട് ക്നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ തീരുമാനം എന്ത് തീരുമാനമെടുത്താലും അത് വീറ്റോ ചെയ്യുന്നതിനുള്ള പവർ കൂടി കോട്ടയം രൂപതയുടെ നിയമസമൃദ്ധയിൽ എഴുതി ചേർക്കുക വഴി അദ്ദേഹം തന്റെ തീരുമാനം നടപ്പിലാക്കുവാനുള്ള ആദ്യ നടപടികൾ തുടങ്ങിവെച്ചു. അതിനുശേഷം അദ്ദേഹം ചെയ്തത് ട്രൈ പാർട്ടി എഗ്രിമെന്റ് എന്ന് പറയുന്ന അമേരിക്കയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ട്രൈ പാർട്ടി എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമുള്ള ക്നാനായ മിഷനിൽ അദ്ദേഹത്തിന് അധികാരം ഇല്ല എങ്കിൽ പോലും അവിടങ്ങളിലുള്ള ക്നാനായ സഹോദരങ്ങള് സീറോ മലബാർ സഭയുടെ പള്ളികളില് അല്ലെങ്കിൽ മിഷനുകളില് നിർബന്ധമായും ചേരണം എന്നാണ്. നാട്ടില് അതേ അവസരത്തില് 3 മാസത്തിൽ കൂടുതൽ മാതൃ ഇടവകയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരുന്ന സമുദായാംഗങ്ങൾ അവരെവിടെയാണോ നിൽക്കുന്നത് അതാത് ഇടവകളിൽ അംഗത്വം എടുക്കണമെന്ന് കൂടി അദ്ദേഹം ഇടയലേഖനം ഇറക്കി. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം മനസ്സിൽ സങ്കല്പിച്ചത്, പ്രതീക്ഷിച്ചത് കാലക്രമേണ ഒരു സങ്കരവൽക്കരണമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അതായത് കേരളത്തിന് വെളിയിലേക്ക് പോകുന്ന ക്നാനായ മക്കള് വിദേശ മിഷനുകളിൽ സീറോ മലബാറിന്റെ ഇടവകയിൽ അംഗത്വം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്നാനായ അവരുടെ മാതൃ ഇടവകയിലെ അംഗത്വം നഷ്ടപ്പെടും. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കത്തോലിക്ക സമുദായത്തിന്റെ സഭാ നിയമപ്രകാരം ഒരു വ്യക്തി അവന്റെ ഇടവകയിൽ നിന്നും സ്വയം ആവശ്യപ്പെടാതെ അവന്റെ അംഗത്വം ഇല്ലായ്മ ചെയ്യപ്പെടുകയില്ല. അവൻ വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും സ്വന്തം മാതൃ ഇടവകയിലെ അംഗത്വം സ്വന്തം ആവശ്യപ്രകാരം ഇല്ലായ്മ ചെയ്യാതെ അവന്റെ അംഗത്വം നഷ്ടപ്പെടുകയില്ല എന്നുള്ള കാര്യം അദ്ദേഹം ബോധപൂർവം മറച്ചു വെച്ചു. അതുപോലെ തന്നെ കോട്ടയം രൂപതയുടെ നിയമാവലി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം രൂപകൽപ്പന ചെയ്യുകയും സീറോ മലബാർ നിയമസംഹിത കോപ്പിയടിച്ച് സ്ഥാപിക്കുകയും ചെയ്തത് വഴി മാത്രമല്ല ഇടവകാംഗങ്ങളിൽ നിന്നും കോട്ടയം രൂപതയിലെ ബഹുഭൂരിപക്ഷം വൈദികരിൽ നിന്ന് പോലും ഈ നിയമസംഹിത മറച്ചുവെക്കുകയും ചെയ്തു. നമുക്കറിയാം, നാം പരിശുദ്ധ സിംഹാസനം എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ കൽപ്പനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു രൂപതയില് നിയമസംഹിത തയ്യാറാക്കുമ്പോൾ ആ രൂപതയിലെ അംഗങ്ങളുമായി ചർച്ച ചെയ്ത് സംവദിച്ചതിന് ശേഷമായിരിക്കണം നിയമസംഹിത രൂപപ്പെടുത്തുക. ഇന്ന്
നിങ്ങൾക്ക് ആർക്കെങ്കിലും അന്വേഷിക്കാവുന്ന കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിക്കാവുന്ന കാര്യമാണ്. കോട്ടയം രൂപതയിലെ നിയമസംഹിതം ആവശ്യപ്പെട്ടുകൊണ്ട് നാം ഒരു ഇടവക വികാരിയെ സമീപിച്ചു കഴിഞ്ഞാൽ പല ഇടവക വികാരിയുടെ കയ്യിലും അതില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കൊടുക്കരുത് എന്ന നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. കുന്നശ്ശേരി പിതാവിന്റെ കാലത്ത് കോട്ടയം രൂപതയിലെ നിയമസംഹിത കോട്ടയത്തെ ജ്യോതി ബുക്ക് ഹൗസിൽ എല്ലാവർക്കും ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ജ്യോതി ബുക്ക് ഹൗസിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ കോട്ടയം രൂപതയുടെ നിയമസംഹിത നമുക്ക് ലഭിക്കില്ല. കോട്ടയം രൂപതയിലെ വിവേകമുള്ള അഭിഭാഷകര് നിയമസംഹിത തിരുത്തണമെന്നും പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയപ്പോ നിയമസംഹിത പരിഷ്കരിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതനുസരിച്ച് അതിന്റെ കരട് അവർക്ക് നൽകുകയും ചെയ്തു. കോട്ടയം രൂപതയിലെ അൽമായർക്ക് നൽകാതെ അഭിഭാഷകർക്ക് വേണ്ടി മാത്രം നൽകിയ ഈ കരട് പ്രമേയം ഒരു മാസത്തിനുള്ളിൽ പഠിച്ച് വീണ്ടും പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തുചേരാമെന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് ഏറെക്കുറെ ഒരു വർഷമായിട്ട് പോലും അദ്ദേഹം ആ യോഗം വിളിച്ചു കൂട്ടാത്തതിന്റെ കാരണം കേരളത്തിലെ വിവിധ കോടതികളിൽ നിലവിലിരിക്കുന്ന കേസുകൾ ബോധപൂർവം പരാജയപ്പെടണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു കേസിന്റെ വിധിയെ സ്വാധീനിക്കുന്നത് നാം കോടതിയിൽ കൊടുക്കുന്ന രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ നവീകരണ കേസുമായിട്ട് ബന്ധപ്പെട്ട്, നവീകരണ കേസ് എന്ന് പറയുമ്പോൾ കോട്ടയം രൂപതയിൽ നിന്ന് മാറിക്കെട്ടിപ്പോയ അവര് തിരിച്ചു വരണം എന്ന്, കോട്ടയം രൂപതയിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത കേസിന്റെ വിചാരണ തുടങ്ങുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ബൈജു മുകളേൽ എന്ന് പറയുന്ന കോട്ടയം BCM കോളേജിലെ ഒരു മലയാള അധ്യാപകനെ കൊണ്ട് കോട്ടയം രൂപതയുടെ മുഖപത്രമായ അപ്നാദേശിൽ കനായി തോമ 2 വിവാഹം കഴിച്ചതാണെന്നും അതിലൊരു സ്ത്രീ വെളുത്തിടത്തിയാണെന്നും ലേഖനം എഴുതിക്കുകയും ആ ലേഖനം കോടതിയിൽ തെളിവായി സമർപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാക്കിയത് മാർ മാത്യു മൂലക്കാടാണ്. കോട്ടയം BCM കോളേജിലെ മലയാള അധ്യാപകനായ ഫാദർ ബൈജു മുകളേലിന് ഇതിന്റെ തെളിവുകൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് അദ്ദേഹം നാളിതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഒരു ട്രാവൻകൂർ മാനുവലിൽ നിന്ന് ലഭിച്ചു എന്ന് അദ്ദേഹം പറയപ്പെടുന്ന ഈ വിവരം അടിസ്ഥാനപരമായി ട്രാവൻകൂർ മാനുവലിൽ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ സത്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുമ്പോഴും ഒരിക്കലും ഈ സത്യം കോടതിയിൽ പറയുന്നതിനോ താൻ എടുത്ത തീരുമാനങ്ങൾ കോടതിയിൽ തിരുത്തി പറയുന്നതിനോ മാത്യു മൂലക്കാട് തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. എങ്ങനെയെങ്കിലും ഈ കേസ് പരാജയപ്പെടുത്തണം എന്ന ഉദ്ദേശം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതിനെ തുടർന്ന് വിചാരണ കോടതിയില്, ജില്ലാ കോടതിയില് ഈ കേസുകൾ പരാജയപ്പെടുമ്പോൾ കൂടുതൽ ആളുകൾ കോട്ടയം രൂപതയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും പ്രതികരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ പ്രതികരിക്കുകയും തന്റെ വാക്കുകൾ യഥേഷ്ടം മാറ്റിപ്പറയുകയും ചെയ്യുന്നത് മാർ മാത്യു മൂലക്കാടിന്റെ തനി സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. നമുക്കറിയാം, കോടതി വിധി വന്നതിന് ശേഷം ക്നാനായ സമുദായാംഗങ്ങൾ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ അതിനെ ഭരണസ്വാധീനവും അൽമായയുടെ സാമ്പത്തിക സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് നിഷ്കരുണം ഇല്ലായ്മ ചെയ്യുവാൻ അന്ന് കേരള ഗവൺമെന്റിലെ പ്രമുഖനായ ഒരു മന്ത്രിയുടെ സ്വാധീനവും കോട്ടയം രൂപതയുടെ പണസ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള പ്രകടനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ആളുകൾ ഇതേക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി. നമുക്കറിയാം, നീണ്ടൂർ ഇടവകയിലെ ഒരു ജോർജ് കദളിക്കാട്ടിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വളരെ നിസാരമായ ഒരു വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ഹൃദയ ശസ്ത്രയ്ക്ക് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിശ്രമിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ, കിടക്കയിൽ കിടന്ന് വിശ്രമം എടുത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോലീസുകാരെ അയക്കുകയും അറസ്റ്റ് ചെയ്യുവാൻ വന്ന പോലീസുകാർ അദ്ദേഹത്തിന്റെ
ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി ഒരുപക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അറസ്റ്റ് ഒഴിവാക്കി പിന്നോട്ട് പോയത്. തുടർന്ന് വരുന്ന പ്രതിഷേധങ്ങളുടെ തുടർന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. കോട്ടയം രൂപതയിലെ തന്നെ പഞ്ചായത്ത് തലത്തില്, അസംബ്ലി തലത്തില് മത്സരിക്കുവാൻ തയ്യാറായിരുന്ന പലർക്കും പരാജയപ്പെടേണ്ടി വന്നു. കാരണം കോട്ടയം സമുദായത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി നിലകൊണ്ട പലരെയും, അത് കേരള കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പരാജയം രുചിക്കേണ്ടി വന്നുവെങ്കിൽ ഇന്നും കോട്ടയത്തും ഇടുക്കിയിലും മറ്റു പല പ്രദേശങ്ങളിലും കോട്ടയം സമുദായാംഗങ്ങള് അവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ അവർക്ക് കഴിവുണ്ടെന്നും തെളിയിക്കുക മാത്രമായിരുന്നു. അപ്പോഴതുകൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനു വേണ്ടി കോട്ടയം മാത്യു മൂലക്കാട് മെത്രാന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നതിനു വേണ്ടി മെയ് 24-ാം തീയതി കോട്ടയം രൂപതയിലെ മുഴുവൻ സമുദായാംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രതിഷേധം, മാമൻ മാപ്പിള ഹാളിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രതിഷേധം, ഈ പ്രതിഷേധ സംഗമത്തിൽ മുഴുവൻ ജനങ്ങളും സമുദായാംഗങ്ങളും പങ്കെടുക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്.